ഞാൻ ആദ്യമായിട്ടാണ് സിൽവർ ഹിൽസിൻ്റെ ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. ഈ വിദ്യാലയത്തിൻ്റെ പലതരത്തിലുള്ള ആഘോഷങ്ങളിൽ പല മട്ടിൽ പല കാലങ്ങളിലായി പങ്കെടുത്ത ഒരാളാണ് ഞാനും മണ്ണാർത്തറ അച്ഛനും തമ്മിലുള്ള സഹോദര തുല്യമായിട്ടുള്ള സ്നേഹബന്ധം പലപ്പോഴും എന്നെ ഇവിടെ അതിഥിയായി എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊരു സവിശേഷ സന്ദർഭമാണ്. എൻ്റെ കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ പുസ്തകത്തിൻ്റെ പേര് ജ്ഞാനസ്നാനം ആയതുകൊണ്ട് മാത്രമല്ല അത്. എല്ലാ എഴുത്തുകാരും ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ടോൾസ്റ്റോയും ദസ്തേവ്സ്കിയും കസാൻസാക്കീസുമെല്ലാം അവരുടെ രചനകൾ കൊണ്ട് അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കർത്താവ് പിറന്ന ദിവസമാണ് ക്രിസ്മസ് എന്ന് നമുക്കറിയാം. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരാശയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനാണ് ഞാനിന്ന് മനസ്സ് വയ്ക്കുന്നത്. മെറി ക്രിസ്മസ് എന്നത് ആഹ്ലാദപൂർണമായ ക്രിസ്മസ് എന്നാണ് അർത്ഥമെങ്കിലും ഞാനതെപ്പോഴും മേരി ക്രിസ്മസ് എന്നാണ് കേൾക്കുകയും വായിക്കുകയും ചെയ്യുക. ഉണ്ണി പിറന്നത്, സ്വർഗത്തിൻ്റെ പുത്രൻ പിറന്നത് മാതാവിൻ്റെ തിരുവുദരത്തിൽ ആണ്. അവൻ്റെ പിറവിയാണ് നമ്മൾ ആഘോഷിക്കുന്നതെങ്കിലും യഥാർത്ഥ ആഘോഷം 9 മാസങ്ങൾ തൻ്റെ ഗർഭത്തിൽ അപമാനവും ദുഃഖവും യാതനയും പീഡനവും സഹിച്ച് അവനെ കൊണ്ടു നടന്ന ആ അമ്മയുടെ ആഹ്ലാദ ദിവസത്തിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ്. പിറന്നാളുകൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എത്ര പേർ നമ്മുടെ പെറ്റ തള്ളയെ ഓർമ്മിക്കുന്നുണ്ട് എന്ന് എനിക്കറിയുകയില്ല. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പുകളിലും എല്ലാ ദിവസവും പിറന്നാൾ ആഘോഷിക്കുന്നവരുടെ കമനീയമായ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ ഒരിക്കൽ പോലും 10 മാസം തികഞ്ഞ് എന്നെ പെറ്റ അമ്മ ഇതാണ് എന്ന് പറഞ്ഞ് അമ്മയുടെ ചിത്രത്തിൻ്റെ ഒപ്പം ഒരു മകനും ഒരു മകളും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. പലപ്പോഴും അപമാനിതയായി, അവഗണിതയായി, ദൂരെ എവിടെയെങ്കിലും വൃദ്ധമായ ദുഃഖാർത്ഥമായ തൻ്റെ ജീവിതം നയിക്കുകയായിരിക്കും നമ്മുടെ അമ്മമാർ ആ സമയങ്ങളിലെന്ന് ഞാൻ പലപ്പോഴും ഓർമ്മിക്കാറുണ്ട്. അതുകൊണ്ട് ക്രിസ്മസ് ക്രിസ്തുവിൻ്റെ മാത്രം ഓർമ്മയുടെ ദിവസമല്ല, ക്രിസ്തുവിൻ്റെ പരിപാവനയായ അമ്മ മേരിയുടെ കൂടി ഓർമ്മ തിരുനാൾ ആണ്. ബൈബിളിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ, ഞെട്ടിച്ച ഒരു സന്ദർഭമുണ്ട്. അത് ജോസഫിൻ്റെ ഭാര്യയായ മേരി അക്കാലത്ത് അവിഹിതം എന്ന് പോലും തോന്നിക്കാവുന്ന മട്ടിൽ ഗർഭം ധരിച്ച സന്ദർഭമാണ്. മാലാഖയിൽ നിന്ന് തിരുഗർഭം ധരിച്ചതാണെന്ന് പറയുവാനും മറ്റുള്ളവരെ അറിയിക്കുവാനുമുള്ള അവളുടെ സങ്കോചം നമുക്ക് ഊഹിക്കാവുന്നതാണ്. അങ്ങനെ ദുഃഖാർത്തയായ മേരി, നമ്മുടെ ദൈവത്തിൻ്റെ അമ്മ, അതേ ദുഃഖം അനുഭവിക്കുന്ന മറ്റൊരു കഥാപാത്രത്തെ തേടി പോകുന്ന ഒരു സന്ദർഭം ബൈബിളിലുണ്ട്. സഖറിയ എന്ന് പറയുന്ന ഊമയായ ഒരു മനുഷ്യൻ്റെ എലിസബത്ത് എന്ന പേരുള്ള പാവപ്പെട്ട പത്നി ഇതേപോലെ ദിവ്യഗർഭം ധരിച്ചിരിക്കുന്നു എന്ന അറിവ് തന്നെ തിരഞ്ഞു വന്നപ്പോൾ അവൾ ആ സഹോദരിയെ തേടി, അജ്ഞാതയായ സഹോദരിയെ തേടി അങ്ങോട്ട് പോകുന്നൊരു സന്ദർഭമുണ്ട്. അവിടെ ബൈബിൾകാരൻ എഴുതുന്നു, എലിസബത്തിൻ്റെ ഗർഭത്തിന് 8 മാസം, മേരിയുടെ ഗർഭത്തിന് 3-4 മാസം. തൻ്റെ അരികിൽ ദേവദേവനെ ഗർഭം ധരിച്ചു വന്ന മേരിയുടെ സാന്നിധ്യം അറിയുന്ന എലിസബത്ത് തൻ്റെ വയറ്റിൽ ആഹ്ലാദം കൊണ്ട് കുട്ടിക്കരണം അറിയുന്ന തൻ്റെ ശിശുവിൻ്റെ ചലനം അറിയുന്നു. ദൈവപുത്രൻ്റെ സാന്നിധ്യം അറിഞ്ഞ് മുതിർന്ന കുഞ്ഞ് മറ്റൊരു ഉദരത്തിൽ സന്തോഷം തൂകി കുട്ടിക്കരണം അറിയുന്ന സന്ദർഭമാണത്.
ആ കുഞ്ഞിൻ്റെ പേര് നമുക്കറിയാം, പിന്നീട് ബൈബിൾ നമുക്ക് പറഞ്ഞു തരും. സക്കറിയായുടെയും എലിസബത്തിൻ്റെയും ആ മൂത്ത കുഞ്ഞിൻ്റെ പേര്, 8 മാസം പ്രായമുണ്ടായിരുന്ന കുഞ്ഞിൻ്റെ പേരാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് അഥവാ സ്നാപക യോഹന്നാൻ. എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഉള്ള അർഹത എനിക്കില്ല എന്ന് പറഞ്ഞ സ്നാപക യോഹന്നാനായിരുന്നു ആ 8 മാസം ഗർഭത്തിൽ പ്രായമുള്ള കർത്താവിൻ്റെ സാന്നിധ്യം മറ്റൊരു ഉദരത്തിൽ തിരിച്ചറിഞ്ഞ് സന്തോഷിച്ച ആ പുണ്യാത്മാവ് എന്ന് നമ്മൾ വായിക്കും. ഇതൊരു അന്യാപദേശ കഥയാണ് എന്ന് ഞാൻ കരുതുന്നു. ഭൂമിയിലേക്ക് ജനിക്കും മുമ്പ് തന്നെ മഹത്വത്തെ തിരിച്ചറിയുന്നു. രക്തത്തെ തിരിച്ചറിയുന്നതിനേക്കാൾ ഗംഭീരമായ ഒരു ആശയമാണ് മഹത്വത്തെ തിരിച്ചറിയുന്നു എന്നുള്ളത്. നമുക്ക് പലപ്പോഴും മറ്റൊരാളുടെ നന്മയെ, വെളിച്ചത്തെ, മഹത്വത്തെ അഭിനന്ദിക്കുവാൻ മടിയാണ് എന്ന് അറിയാം. നിങ്ങൾക്കെല്ലാവർക്കും ആ ഇരുണ്ട കറുത്ത ശക്തിയെ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോഴെങ്കിലും തിരിച്ചറിയേണ്ടി വന്നിട്ടുണ്ടാകും. അന്യൻ്റെ മുഖത്ത് നോക്കി അഭിനന്ദനം ചൊല്ലുവാൻ ത്രാണിയില്ലാതെ കുഴങ്ങേണ്ടുന്ന സന്ദർഭം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. എന്നാലും നോക്കൂ, ഇനിയും ഉരുവം കൊണ്ടിട്ടില്ലാത്ത, ഇനിയും കുഞ്ഞായി ഭൂമിയിലേക്ക് എത്തിയിട്ടില്ലാത്ത 2 ഗർഭസ്ഥ ശിശുക്കൾ തമ്മിലുള്ള സംവേദനം, തന്നേക്കാൾ ഇളയവനായിരുന്നിട്ട് പോലും, തന്നേക്കാൾ പ്രായം കുറഞ്ഞവനായിരുന്നിട്ട് പോലും, തീർത്തും അജ്ഞാതനായിരുന്നിട്ട് പോലും അവൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് സന്തോഷിച്ച ഒരു പൂർവ്വജാതൻ ബൈബിളിൽ നിന്ന് നമ്മളെ നോക്കി മന്ദഹസിക്കുന്നുണ്ട്. ജ്ഞാനസ്നാനം യഥാർത്ഥത്തിൽ ആ പരസ്പരമുള്ള മഹത്വപ്പെടുത്തലിൻ്റെ മാമോദീസ കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മേരി തൻ്റെ അമ്മയായതുകൊണ്ട് അവൾ അനുഭവിച്ച വേദന കൃത്യമായി തിരിച്ചറിയാവുന്നത് കൊണ്ടാണ് മേരി എന്ന് തന്നെ പേരുള്ള മറ്റൊരു അഭിസാരികയെ കർത്താവ് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചത് എന്നും ഞാൻ കരുതുന്നു. ബൈബിളിൻ്റെ വെളിച്ചം ക്രിസ്തുവിൻ്റെ മാത്രം വെളിച്ചമല്ല, മേരിയുടെ കൂടി വെളിച്ചമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ദിവസം കൂടിയാണ് ക്രിസ്തുമസ്. ദുഃഖിതയായ സ്ത്രീയുടെ, അപമാനിതയായ സ്ത്രീയുടെ, പരിത്യക്തയായ സ്ത്രീയുടെ ഗർഭത്തിൽ ഉരുവം കൊള്ളുന്ന പുരുഷകാരുണ്യത്തിൻ്റെ പേരാകുന്നു ക്രിസ്തു. പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതും അതുകൊണ്ട് അതുതന്നെയാണ്. ആണായി പറഞ്ഞാൽ പെണ്ണിൻ്റെ കണ്ണീരാണ് അവൻ്റെ ഭോഗലാലസയുടെ സ്നിഗ്ധകം, ലൂബ്രിക്കൻ്റ് എന്ന് തെറ്റിദ്ധരിക്കുന്ന പുരുഷന്മാരാണ് നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗവും ഉള്ളത്. അവർ എല്ലാ വിഭാഗങ്ങളിലും കടന്നുകൂടിയിട്ടുണ്ട്. പൗരോഹിത്യം മുതൽ ചെരുപ്പുകുത്തിയിൽ വരെ അവൻ ആണിൻ്റെ തേറ്റയുമായി ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ ഒരു കാരുണ്യം നിറഞ്ഞ സ്ത്രീത്വം കൂടി തന്നിൽ ഉൾവഹിക്കുന്നത് കൊണ്ടാണ് കർത്താവ് ദൈവമായത് എന്ന് ഞാൻ കരുതുന്നു. വിലാപ്പുറങ്ങൾ എന്നൊരു പ്രയോഗം ബൈബിളിലുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ എവിടെയൊക്കെ, ഞാനത് പലപ്പോഴും അച്ഛനുമായി സംസാരിച്ചിട്ടുള്ളതാണ്, ഇംഗ്ലീഷ് ബൈബിളിൽ എവിടെയൊക്കെ കർത്താവ് തൻ്റെ നെഞ്ചോട് അഗതിയെ, ആലംബഹീനനെ, ആർത്തരെ, പതിതരെ, വേശ്യകളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം ഇംഗ്ലീഷ് ബൈബിൾക്കാരന്മാർ ഉപയോഗിക്കുന്ന, 4 സുവിശേഷകാരന്മാരും പ്രയോഗിക്കുന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ അപ്പോൺ ടു ഹിസ് ബ്രസ്റ്റ് എന്നാണ്. പുരുഷൻ്റെ നെഞ്ച് ചെസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക എന്ന് നിങ്ങൾക്കറിയാം. സ്ത്രീയുടെ നെഞ്ചിനെയാണ് നമ്മൾ പ്രായേണ ബ്രസ്റ്റ് എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത്. എന്നാൽ കർത്താവ് എപ്പോഴെല്ലാം ആലംബഹീനരായിട്ടുള്ള, ആർത്തരായിട്ടുള്ള മനുഷ്യരെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം ഓരോ ബൈബിൾക്കാരനും, ഓരോ സുവിശേഷക്കാരനും ഒഴിയാതെ ബ്രസ്റ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിലൊരു സന്ദേശമുണ്ട്. മാതൃത്വം അല്ലെങ്കിൽ സ്ത്രീത്വം അല്ലെങ്കിൽ കാരുണ്യം, കുറച്ചുകൂടി തെളിച്ച് പറഞ്ഞാൽ കാരുണ്യം,
ഉള്ള ഒരു നെഞ്ച്, സ്ത്രൈണമായ ഒരു നെഞ്ച് കർത്താവിനുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അത് നമ്മോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് കർത്താവിന് കരയാൻ കഴിഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ യുഗപുരുഷന്മാരിലോ പ്രവാചകന്മാരിലോ ഇതിഹാസ പുരാണ കഥാപാത്രങ്ങളിലെ ദൈവിക സിദ്ധിയുള്ള മനുഷ്യരിലോ ഒന്നും കർത്താവിനെ പോലെ കണ്ണീരണിഞ്ഞ ഒരു മനുഷ്യനെ കാണുകയില്ല. ഒരുപക്ഷെ രാമപുരത്തുകാരുടെ കുചേലവൃത്തത്തിൽ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്നൊരു 2 വരിയുണ്ട്. അത് തൻ്റെ പഴയ സതീർത്ഥനായ കുചേലനെ വർഷങ്ങൾക്ക് ശേഷം താൻ രാജാവായി ഇരിക്കുമ്പോൾ മുഷിഞ്ഞ ചേലയുടുത്തും അളിഞ്ഞ അവിലുമായി എത്തിയ ആ തൻ്റെ പഴയ സതീർത്ഥനെ കണ്ടപ്പോഴാണ്. ചെന്താമരക്കണ്ണൻ അതുവരെയും കരഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, പക്ഷെ അപ്പോൾ കരഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതൊഴികെ മറ്റൊരു പ്രവാചകനെയും കരഞ്ഞതായി നമ്മൾ കാണുന്നില്ല. എന്നാൽ ബൈബിളിലെ 2 കുത്തുകൾക്കിടയിൽ, 2 പൂർണ്ണവിരാമ ചിഹ്നങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ വാചകം, അത് നിങ്ങളോട് പലരോടും എനിക്ക് പറഞ്ഞു തരേണ്ടതില്ല എന്ന് എനിക്കറിയാമെങ്കിലും എൻ്റെ മനുഷ്യൻ്റെ ആമുഖത്തിലെ ഒരു അധ്യായത്തിൽ അതൊരു പ്രധാന സംഭവമാണ്. 2 പൂർണ്ണവിരാമ ചിഹ്നങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ വാചകം ബൈബിളിൽ ജീസസ് വെപ്റ്റ് എന്നാണ്. കർത്താവ് കരഞ്ഞു എന്നാണ്. ഏറ്റവും ചെറിയ ആ വാചകമാണ് ബൈബിളിലെ ഏറ്റവും വലിയ വാചകവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരുണ്യത്തോടെ, മാതൃത്വത്തോടെ കണ്ണീരണിയുവാൻ നമ്മുടെ ഒരു ദൈവത്തിന്, ഭൂമിയിൽ ദൈവമായി ആരാധിക്കപ്പെടുന്ന ഒരു മനുഷ്യപുത്രന്, അങ്ങനെ തന്നെ പറയട്ടെ, കഴിഞ്ഞു എന്നുള്ളതാണ് ആ മനുഷ്യപുത്രനെ ദൈവപുത്രനായിട്ട് ഉയർത്തുന്നത് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മെറി ക്രിസ്മസ്. മേരി ക്രിസ്മസ് കൂടിയാണ്. മേരിക്ക് കൂടി ഹാപ്പി, സന്തോഷം, മെറി ഉണ്ടാക്കുന്ന ഒന്നാണ്. എപ്പോഴെല്ലാം മകൻ്റെ മകളുടെ ഉയർച്ചയെപ്പറ്റി ഓർക്കുന്നുവോ, നേരത്തെ അതിമനോഹരമായിട്ട് കാവൽ മാലാഖമാരെ കാണുന്നുവോ നിങ്ങൾ ഈ തൊട്ടിൽ കിടക്കുന്ന രാജാധിരാജനെ എന്ന് പാടുകയുണ്ടായി. അത് കേട്ടപ്പോൾ അവരുടെ നാദമാധുരിയിൽ നമ്മൾ ലയിച്ചിരുന്നതല്ലാതെ അത് പാടുന്നത് മേരിയാണെന്ന് നമ്മൾ ഓർത്തിട്ടുണ്ടാവുകയില്ല. തൻ്റെ കുഞ്ഞിനെ ഉറക്കുന്ന മേരിയുടെ ഗാനമാണത്. ഈ ചെറിയ കുഞ്ഞ് രാജാതിരാജനാണ്, ആ അമ്മയ്ക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവനുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കാവൽ മലാഖമാരോട് തൻ്റെ കുഞ്ഞിനെ ഉണർത്തരുതേ എന്ന് പറയുന്ന കവിതയാണത്. അതുകൊണ്ട് ഞാൻ ഏറ്റവും പുതിയ പുസ്തകത്തിൽ, അത് മഹാത്മാഗാന്ധിയുടെ കഥയായിട്ട് പോലും, മഹാത്മാഗാന്ധി ദണ്ഡി കടൽപ്പുറത്ത് 81 സഹചരന്മാരുമായി ചെന്ന് ഉപ്പ് കുറുക്കുന്നതിന് മുമ്പ് രാവിലെ 6 മണിക്ക് കടലിൽ മുങ്ങിക്കുളിച്ചപ്പോൾ അത് ജ്ഞാനസ്നാനമായിരുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ആ കഥ എഴുതിയത്. മഹാത്മാവിനെ പോലെ ഒരു പുരുഷനെ, വലിയ മനുഷ്യനെ മാമോദിസ മുക്കണമെങ്കിൽ സാധാരണ മാമോദിസ തൊട്ടികൾ പോരായിരുന്നു, ഒരു കടൽ തന്നെ വേണ്ടിയിരുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ദണ്ഡി കടപ്പുറത്തെ അദ്ദേഹത്തിൻ്റെ കുളിയെ ഞാൻ ജ്ഞാനസ്നാനം എന്ന് പേര് കൊടുത്തത്. ജോൺ ദ ബാപ്റ്റിസ്റ്റിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു വെൺപിറാവിൻ്റെ രൂപത്തിൽ വന്ന് ക്രിസ്തുവിൻ്റെ ശിരസിൽ ചിറകുകൾ ഇളക്കിക്കൊണ്ട് വരുന്നത് ബൈബിളിൽ പറയുന്നുണ്ട്. ഈ കഥയിൽ അതുപോലെ ദണ്ഡി കടൽപ്പുറത്തെ പുലർക്കാല സൂര്യൻ്റെ ആദ്യ രശ്മികൾ ബാപ്പു മുങ്ങിയെടുത്ത് ഇളകുന്ന അലകളിൽ ചിറകിളക്കുന്ന വെൺപ്രാവിനെ പോലെ പ്രതിഫലിച്ചു എന്നൊരു വാചകം നിങ്ങൾ വായിക്കും. ഇന്ത്യയെപ്പോലെ ഒരു വലിയ രാജ്യത്തെ മഹാനായ ഒരു നേതാവിന് തൻ്റെ പിന്നിൽ മഹാജനതതിയെ തന്നെ വഹിച്ചുകൊണ്ട് ഒരു കൽക്കരി തീവണ്ടി പോലെ മുന്നോട്ട് കുതിക്കാൻ ശക്തി നൽകിയത് കർത്താവിൻ്റെ വചനങ്ങളും കർത്താവിൻ്റെ പാതയിൽ നിന്ന് വീണ പ്രകാശത്തിൻ്റെ തരികളുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ജ്ഞാനസ്നാനത്തിലേക്ക് എത്തും മുമ്പുള്ള ഒരു പുണ്യ പിറവി നമ്മൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും സഭയിലെ തിരുവസ്ത്രമണിഞ്ഞ നിങ്ങൾക്ക് ഒരുപക്ഷെ അച്ഛനായിട്ടോ അമ്മയായിട്ടോ, ജൈവപരമായുള്ള അച്ഛനായിട്ടോ അമ്മയായിട്ടോ അനുഭവം ഉണ്ടാവുകയില്ല. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ഒരു അനുഭവത്തിലൂടെ നിങ്ങളുടെ ആ കാരുണ്യത്തിൻ്റെ പ്രസരണം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഓരോ പിറന്നാളും ക്രിസ്തുവിൻ്റെ പിറന്നാൾ മാത്രമല്ല,
നമ്മൾ ആഘോഷിക്കുന്ന ഓരോ പിറന്നാളിനും നമ്മുടെ ദുഃഖിതയായ അമ്മയുടെ സന്തോഷത്തെ കൂടി ഓർമ്മിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഓരോ അമ്മയെയും ഒരു മേരിയാക്കുന്ന പുണ്യദിനമാവട്ടെ ഓരോ പിറന്നാളും. മഹാനായ ഒരു മനുഷ്യൻ കാരുണ്യം കൊണ്ട് ദൈവപുത്രനായി അവരോധിക്കപ്പെട്ട ആദ്യ നിമിഷമാണ് അമ്മ മേരിയുടെ ഗർഭത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവൻ പിറന്നു വീണ നിമിഷം. അതിൻ്റെ ഓർമ്മയിൽ എല്ലാവർക്കും ഞാൻ മേരി ക്രിസ്മസ് നേരുന്നു. നന്ദി, നമസ്കാരം.